ബൈബിളിൽ ആരുണ്ട്? യേശുവുണ്ട്. യേശുവാണ് ദൈവവചനം. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനം പഠിപ്പിക്കും, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. അപ്പൊ മനുഷ്യാവതാരമായ ദൈവം, മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവം യേശു ക്രിസ്തു മനുഷ്യത്വത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോ മനുഷ്യത്വം ആരായി മാറി? മനുഷ്യത്വം എന്തായിട്ട് മാറും? ദൈവത്വമായിട്ട് മാറും. മനുഷ്യത്വത്തെ ദൈവത്വമാക്കി മാറ്റാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. ദൈവം മനുഷ്യത്വത്തിലേക്ക് വന്നു, അതുകൊണ്ട് മനുഷ്യത്വം എന്തായിട്ട് മാറി? ദൈവത്വമായിട്ട് മാറി. നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് നിങ്ങളുടെ നിയമത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ ദൈവങ്ങളാണ്. അകത്തുള്ള കർത്താവ് ദൈവമാണെങ്കിൽ ദൈവം വസിക്കുന്ന ആലയങ്ങളായ നിങ്ങൾ ആരായിരിക്കും? അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ, ഇനിമേൽ ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇനിമേൽ ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ, മിശിഹ, അഭിഷിക്തൻ എന്നാണ്. ഗ്രീക്ക് പദമാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു അഭിഷിക്തൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. എന്താണ് ക്രിസ്തുവിന്റെ അഭിഷേകം? യേശുവിന്റെ അഭിഷേകം എന്താ? യേശുവിന്റെ അഭിഷേകം എന്താ? യേശുവിന്റെ അഭിഷേകം പുറത്തുനിന്നൊരു കാര്യമാണോ? കുരിശുമരണം മാത്രമല്ല, യേശുവിന്റെ ഉള്ളിൽ നിരന്തരം എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നിയുണ്ട്. ഞാൻ പിതാവിൽ നിന്ന് വരുന്നു, ഞാനും പിതാവും ഒന്നാണ്. പിതാവ് പറയുന്നതല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ പിതാവ് ചെയ്യുന്നതെല്ലാം ഞാൻ കാണുന്നു. ഞാൻ പിതാവിൻ്റെയാണ്, ഞാൻ എൻ്റെ സ്വന്തമല്ല, ഞാൻ പിതാവിൻ്റെയാണ്. പിതാവിൻ്റെതാണെന്ന, അല്ലെങ്കിൽ പിതാവുണ്ട് എന്ന, ഉള്ളിൽ പിതാവുണ്ട് എന്ന നിരന്തരമായ സ്മരണയാണ്, നിരന്തരമായ ബോധമാണ് യേശു ക്രിസ്തുവിന്റെ കാതൽ. നമ്മുടെ അകത്ത് ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. ഓർമ്മയുണ്ടോ? ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, കൊച്ചുരേച്ചി പറയാണ്, ഒരു മുട്ടുസൂചി എടുത്തു വെക്കുമ്പോഴും ഈശോയെ ഓർത്തുകൊണ്ട് എടുത്തു വെച്ചാൽ മതി. നമുക്ക് കട്ടാമ്പാരി എടുക്കുമ്പോൾ പോലും ഓർമ്മയില്ല, എടുത്താൽ പൊങ്ങാത്തതാ. എന്നിട്ട് പോലും കർത്താവേ എന്നല്ല വിളിക്കണേ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം 12-ാം തിരുവചനം പറയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവെന്ന് വിളിക്കണേ. പക്ഷെ ഓർക്കണുണ്ടോ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും കാരണം. ക്രിസ്തുവാണ് ഇത് ചെയ്യുന്നതെന്ന ബോധ്യമില്ല. അതുകൊണ്ട് അധ്വാനം ഭാരമുള്ളതായി മാറുന്നു, വേദനകൾ സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മനുഷ്യത്വം ദൈവത്വമായി ഉയർത്തപ്പെടുന്നത് തിരിച്ചറിയണം. ക്രിസ്തു നിങ്ങളിലുണ്ട്. കൊളോസ്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 26-ാം തിരുവചനം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ട ഈ രഹസ്യം. ഏത് രഹസ്യം? ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം, മനുഷ്യനായി അവതരിച്ച ദൈവം, ഈ കുരിശിൽ മരിക്കുന്ന ദൈവം, ഈ സമ്പൂർണതയായ ദൈവം, മഹത്വത്തിന്റെ രാജാവായവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നതാണ് ഈ മഹത്വത്തിന്റെ പ്രത്യാശ. ഈ രഹസ്യം യുഗയുഗാന്തരങ്ങളായി മറച്ചു വെക്കപ്പെട്ടിരുന്ന രഹസ്യം ഇപ്പൊ വെളിവാക്കുക. മറച്ചു വെക്കപ്പെട്ട രഹസ്യമല്ലേ ഇത്? മറച്ചു വെക്കപ്പെട്ടതല്ലേ? നമ്മൾ വളരെ കുഴപ്പക്കാരായിട്ടല്ലേ പറയണേ, മോശക്കാരായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പണ്ടേ ബുദ്ധിയില്ലാത്തവര്, വിവരമില്ലാത്തവര്, കാമ്പില്ലാത്തവര്, ഒരു ഗുണമില്ലാത്തവര്, മോശക്കാര്. യഥാർത്ഥത്തിൽ ആരെ ചുമന്നുണ്ടെന്ന് നടക്കണേ? ഈ സർവാധികാരത്തിന്റെ ഈ ഉടമ്പടി പത്രിക ഹൃദയത്തിൽ പേറി സകല ജനത്തിനും രക്ഷ കൊടുക്കാനുള്ള അമാനുഷികമായ ശക്തി ഹൃദയത്തിനകത്ത് പേറിക്കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് പറയണ കാശിന് ഗതിയില്ല. സർവ്വതിന്റെയും ഉടയവനായ ദൈവം ഹൃദയത്തിൽ വസിക്കുമ്പോഴും ഒന്നുമില്ലാത്തവരായി, ദുഃഖിതരായി, നിരാശരായി, രോഗികളായി, പീഡിതരായി കഴിയുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ളിലുണ്ട് എന്ന സത്യം തിരിച്ചറിയുന്നില്ല. ഇത് കാലങ്ങളായി മറച്ചു വെക്കപ്പെട്ട രഹസ്യമാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം വചനം പറയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 3-ാം തിരുവചനം, സകലരും സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ്.
ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഓരോ കോശങ്ങളും ആരുടെയാ? നമ്മുടെ ഓരോ ശ്വാസവും ആരുടെയാ? നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ആരുടെയാ? ഓരോ തുള്ളി രക്തത്തിൽ മരിഞ്ഞിരിക്കുന്നത് ആരാണ്? വചനം വായിക്കാം. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. നമുക്ക് ബോധമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ നിൽക്കുന്നിടം, നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിന്റെ ഭാഗമാണ്, ദൈവത്തിന്റെ ബീജമാണ്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഇത് അനുഭവപ്പെടാൻ വേണ്ടി പറയാണ്, മനുഷ്യാവതാരത്തിൽ ദൈവം ചെയ്തത് മനുഷ്യനായി വന്ന് അവിടെ നിന്ന് കുരിശിൽ മരിച്ച് കാണിച്ചു തന്നത്, നിന്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു, നിങ്ങൾ മോശക്കാരല്ല, നിങ്ങൾ ദൈവങ്ങളാണ് എന്ന സത്യം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യാവതാരത്തിൽ വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയേ. കുഴപ്പക്കാരൻ, മോശം, ഒരിക്കലും നന്നാവൂല, ഒരിക്കലും ഗുണം പിടിക്കൂല. നമ്മളോ? നമ്മൾ സഹിക്കുന്ന സഹനങ്ങൾ, നമ്മുടെ ജീവിതം മുഴുവനും മോശമാണോ നല്ലതാണോ? മനുഷ്യനായി പറഞ്ഞതിൽ സങ്കടമുണ്ടോ? ഞാൻ പണ്ട് നിരീശ്വരവാദിയൊക്കെ ആയിരുന്ന കാലത്ത് എൻ്റെ ജന്മത്തെ പഴിച്ചിരുന്നു. കവിത എഴുതിയിരുന്ന ഇങ്ങനെയാണ്: കർക്കിടകത്തിൻ കരിന്തിന മന്തിയിൽ രാഹുവിൻ രാഗം മുറിച്ചൻ നിലവിളി കേൾക്കയുറക്ക ചിരിച്ചെന്റെ ജന്മത്തെ ആദ്യം പരിഹാസ്യമൻ സഹജീവികൾ. ഞാൻ കർക്കിടക മാസത്തിലാണ് ജനിച്ചത്. അതൊരു വൈകുന്നേരമാണ്. കർക്കിടക മാസം പൊതുവെ മോശപ്പെട്ട മാസമായിട്ടാ പറയാ. ആർക്ക്? സാധാരണക്കാർക്ക്. തമ്പുരാനല്ല. തമ്പുരാൻ എന്ന് അറയിലുള്ള നെല്ലൊക്കെ തിന്ന് രാമായണം വായിച്ചിരിക്കും. സാധാരണക്കാരൻ കോരന് കാലവർഷം ഭയാനകമാണ്. എന്നെ സംബന്ധിച്ച് മഴക്കാലം എന്ന് പറഞ്ഞാൽ പേടിയുള്ള കാലമായിരുന്നു. കാരണം ഇടിവെട്ടും മഴയാണ്, ഓരോ ചോരും, അപകടം പിടിച്ചൊരു കാലാവസ്ഥയാണ്. അങ്ങനെയുള്ള കർക്കിടക മാസത്തിലാണ് ഞാൻ ജനിച്ചത്. അതും വൈകുന്നേരം ഒരു സമയത്ത്, ഒരു 4 മണിയൊക്കെ ആയപ്പോ. അപ്പൊ ഹിന്ദു ശാസ്ത്രപ്രകാരം അത് രാഹുകാലമാണ്. ഞാൻ പറഞ്ഞിരുന്നത് ഒരു മോശപ്പെട്ട ജന്മമായിട്ടാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, നമ്മൾ മോശപ്പെട്ടവരാണെന്നും ആർക്കും വേണ്ടാത്തവരാണെന്നും കൊള്ളില്ലാത്തവരാണെന്നെങ്കിലും ശപിക്കപ്പെട്ടവരാണെന്നും ഒരു ഗുണവും പിടിക്കാത്തവരാണെന്നും എന്ത് ചെയ്താലും ഗതി കിട്ടാത്തവരാണെന്നൊക്കെ തോന്നാറില്ലേ? ആലോചിച്ച് നോക്ക്. ഉള്ളിലൊരു ദൈവം വസിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. സർവശക്തനായ ദൈവം വിശുദ്ധീകരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയാ. ഈ ജന്മം മോശമല്ലെന്ന് പറയാൻ വേണ്ടിയാ. ഞാനൊരു വർഷങ്ങളോളം 29 വയസ്സ് വരെ ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ മോശപ്പെട്ട ജന്മമാണെന്നാണ്. ഇന്ന് ഞാൻ എൻ്റെ ജന്മത്തെ വിശേഷപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. എനിക്കിങ്ങനെ ഒരു ജന്മം അവസരം തന്നതിന് നന്ദി പറയുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കും. നമ്മുടെ വീട്ടിൽ വരുന്ന സകലരുടെയും ബർത്ത്ഡേ ആഘോഷിക്കും. അത് ആരാവണമെന്നില്ല, ബർത്ത്ഡേ ഒന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി. അപ്പൊ തന്നെ കേക്ക് മേടിക്കും, അപ്പം മുറിക്കും, ആഘോഷിക്കും. കാരണം ഒരാൾ ഭൂമിയിൽ ജനിക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. നിങ്ങൾ എത്ര മോശപ്പെട്ടതായി ആര് പറഞ്ഞാലും നിങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞത്. ക്രിസ്തുവിനെ ഭൂമിയിൽ വന്ന് അനുഭവിച്ചു പോവുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. സ്നേഹം കിട്ടുക എന്നുള്ളതല്ല ഭാഗ്യം. സ്നേഹിക്കാൻ കഴിയുക, അവരെന്നെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. ആയുസ് അറ്റു പോകുമ്പോഴേ അതിന്റെ ബലം അറിയാൻ പറ്റും. മരണം നേരി കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ ജീവിതം തീർന്നു പോയാൽ. ഞാൻ മരണത്തോടടുത്ത രോഗത്തിൽ നിന്ന് സുഖപ്പെട്ട 5 വർഷങ്ങൾക്ക് ശേഷം 2002 ആ സുഖപ്പെട്ട ദിവസങ്ങളോടനുബന്ധിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, 5 വർഷം സമയം നീട്ടിക്കിട്ടി. മരണം നേരെ കണ്ടു, അടുത്ത ദിവസമായിരിക്കും അത് സംഭവിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നയാൾ 5 വർഷത്തേക്ക് മരിച്ചില്ല. എന്നിട്ട് തിരിച്ചൊരു ചോദ്യം, 5 വർഷം തന്നു, സ്നേഹിക്കാൻ പറ്റുമോ? എല്ലാവരെയും നോക്കിയപ്പോ പറ്റിയിട്ടില്ല. ഒരു ധ്യാനവും കൂടിയില്ല. അന്നത്തെ കൊണ്ട് സ്വഭാവം മാറിപ്പോയി. അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് സ്വഭാവം മാറിപ്പോയി. അന്ന് അറിയാതെ പ്രാർത്ഥിച്ചു, ദൈവമേ എളുപ്പം തിരിച്ചു വിളിക്കണ്ടേ. എന്തിനാ? സുഖിക്കാൻ വേണ്ടിയല്ല, സ്നേഹിക്കാൻ പറ്റിയില്ല. കുറച്ചുകൂടി എല്ലാവരും ഒന്ന് സ്നേഹിക്കാൻ അവസരം തരണമേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദൈവം തന്റെ സമൃദ്ധിയായ സ്നേഹം, സർവസമ്പന്നതയായ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ചിട്ട് ഈ ലോകത്തിന് മുഴുവനും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ വിളിച്ചിട്ട് അത് പകർന്നു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കഷ്ടമല്ലേ? മോശപ്പെട്ടവരാണെന്ന് ചിന്തിക്കുമ്പോൾ സ്നേഹിക്കാൻ സാധ്യമല്ല. നമ്മൾ ആരും മോശപ്പെട്ടവരല്ല. നമുക്ക് കുഴപ്പങ്ങളുണ്ട്. നമ്മുടെ കയ്യിരിപ്പ് നല്ലതല്ല, നമ്മുടെ പ്രവൃത്തികൾ നല്ലതല്ല, ചിന്തകൾ നല്ലതല്ല, നമ്മുടെ ഭാവനകൾ നല്ലതല്ല. നമുക്ക് 100 കുഴപ്പങ്ങളുണ്ട്. പക്ഷേ നല്ലവനിൽ നിന്നാണ് വരുന്നത്, നല്ലവനാണ് ഉള്ളിൽ വസിക്കുന്നത്. ആരെന്തൊക്കെ തിന്മ പറഞ്ഞാലും നമ്മൾ നല്ലവന്റെ ഭാഗത്താണ്, നല്ലവരാണ്. ഹല്ലേലൂയ, യേശുവേ. അതാണ് മനുഷ്യാവതാരം. മനുഷ്യത്വത്തെ ചെളിക്കുണ്ടിൽ നിന്ന്, പന്നിക്കുഴിയിൽ നിന്ന് സ്വർഗപിതാവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തുന്ന ശക്തിയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. അതുകൊണ്ട് മനുഷ്യാവതാരത്തെ വിശ്വസിക്കണം, മനുഷ്യാവതാരം ഏറ്റുപറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ മനുഷ്യാവതാരത്തെ വിശ്വസിക്കുന്നു, മനുഷ്യനായി അവതരിച്ചു.
അടുത്തത്, മനുഷ്യനായി അവതരിച്ചാൽ യേശു ക്രിസ്തു എന്ത് ചെയ്തു? കന്യാകുമാരിയിൽ നിന്ന് പിറന്ന് പിന്നെന്താ ചെയ്തത്? പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു. ശരിക്കും വിശ്വാസ പ്രമാണം ചെല്ലുന്ന സമയത്ത് ശരീരനിലയ്ക്ക് പ്രത്യേകതയുണ്ട്. ശരീരനില എങ്ങനെയാണ്? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? തലകുമ്പിടണം. നേരത്തേക്ക് പഠിപ്പിക്കുമായിരുന്നു, ഇപ്പൊ പഠിപ്പിക്കണില്ല. ഇപ്പൊ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തലകുമ്പിടണം. ഇനി പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തുമെന്ന് പറയുമ്പോഴേ തല നിവർത്താവും. അത്ര നേരം തലകുമ്പിട്ട് നിൽക്കണം. നിസ്സാര കാര്യമല്ല. ദൈവം മനുഷ്യനായി വന്നു. എന്നിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത് എവിടെയാ? കാലിത്തൊഴുത്തിൽ. എന്താ, സ്ഥലം കിട്ടാഞ്ഞിട്ടാണോ? എന്തിനാണ് യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചത്? യേശു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. യോഹന്നാൻ 1:29 പഠിപ്പിക്കുകയാണ്, യേശു പാപങ്ങൾ പരിഹരിക്കുന്ന, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആട് ജനിക്കുന്നത് എവിടെയാ? തൊഴുത്തിലല്ലേ? അതുകൊണ്ടാണ് യേശു കാലിത്തൊഴുത്തിൽ വന്ന് ജനിച്ചത്, അല്ലാതെ എളിമ കാണിക്കാനല്ല. ദൈവം എങ്ങനെ എളിമപ്പെടാനാ? സർവ്വസമാനതയും വിട്ട്, ദൈവവുമായുള്ള ഏക സമാനതകൾ വിട്ട് ദൈവം ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി പിറന്നു. അത് താഴ്മയാണ്. ഇനി എന്തോരം താഴാനാ? ഇനി ആ ദൈവം ബത്ലഹേമിലാണ് ജനിച്ചത്, അപ്പമായിട്ടാണ് ജനിച്ചത്. ബത്ലഹേമിന്റെ പേര് അപ്പത്തിന്റെ വീട്. ബത്ലഹേമിന്റെ പേരെന്താ ശരിക്ക്? അപ്പത്തിന്റെ വീട്. അപ്പത്തിന്റെ വീട്ടിൽ അപ്പമായി മാറാനുള്ളവൻ അപ്പത്തിന്റെ വീട്ടിൽ വന്ന് ജനിച്ചു, കുഞ്ഞാടായിട്ട് ജനിച്ചു. അങ്ങനെ ജനിച്ച യേശു ഈ ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ സമാനതകൾ വിട്ട് ഭൂമിയിലേക്ക് വന്നു. എന്തിനാണ്? നമ്മളെ ദൈവത്തിലേക്ക് ഉയർത്താൻ വേണ്ടി. അല്ലെങ്കിൽ മനുഷ്യത്വം നിസാരമല്ല എന്ന് പറയാൻ വേണ്ടി, മനുഷ്യന്റെ എല്ലാ കുറവുകളും മഹത്വമുള്ളതാണെന്ന് പറയാൻ വേണ്ടി, അവന്റെ കുറവിൽ അവനെ ഉയർത്താൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്ന യേശു, മനുഷ്യനായി അവതരിച്ച യേശു, പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു എന്ന് സഭ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഒരു ചരിത്രപരമായ സത്യമാണ് യേശുവിന്റെ പീഡാസഹനം. ഒരു കാലഘട്ടമുണ്ട്, ചരിത്രമാണ് പറയുന്നത്. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്, പന്തിയോസ് പീലാത്തോസ് യൂദയായിലെ ഗവർണർ ആയിരിക്കുന്ന കാലത്ത്, ചരിത്രമാണ്. ഇതൊരു കഥയല്ല. പുരാണങ്ങളും ഇതിഹാസങ്ങളും അല്ലെങ്കിൽ കൽപ്പിത കഥകളും വായിക്കുന്ന പോലെ ഒരു കഥയല്ല യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും പീഡാസഹനവും അവിടുത്തെ മനുഷ്യ അവതാരവും കുരിശുമരണവും. ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്, സംഭവിച്ച കാര്യങ്ങൾ. പ്രീ അനൗൺസ്ഡ് വൺ, മുൻകൂട്ടി പ്രവചനം അനുസരിച്ച് ഭൂമിയിൽ വന്ന് സംഭവിച്ച ഒരു കാര്യമാണ്, സത്യമായൊരു കാര്യമാണ് യേശുവിന്റെ മനുഷ്യാവതാരവും കുരിശുമരണവും. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് എന്ത് സഹിച്ചു? പീഡകൾ സഹിച്ചു. യേശു എന്തിനാണ് പീഡകൾ സഹിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക്. എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് യേശുവിന്റെ കുരിശുമരണം, പീഡാസഹനം പരിഹാരമാകുന്നത്? നമ്മുടെ പീഡകൾ നമ്മുടെ പാപങ്ങൾക്ക് യേശുവിന്റെ പീഡാസഹനം എങ്ങനെ പരിഹാരമാകുന്നത്? ആദത്തിന് പറ്റിയ കുഴപ്പം എന്താ? പാപം ചെയ്തു, അനുസരണക്കേടും പറ്റി. ഇനി ആദത്തിന് ഒരു ചെറിയ കുറുക്കുവഴി ഉണ്ടായിരുന്നു. ദൈവം ചോദിച്ചു ആദത്തോട്, ആദം, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നു. ആദം എന്ത് പറഞ്ഞു? നീ എനിക്ക് കൂട്ടിനായി തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാനത് തിന്നു, എന്റെ കുഴപ്പമല്ല. സിമ്പിളായിട്ട് ആള് തടിതപ്പില്ലേ? നീ തന്നതാണ് സ്ത്രീയെ, ഞാൻ തിരഞ്ഞെടുത്തതല്ല. അവളാണ് പഴം കൊണ്ടു തന്നത്, അത് ഞാൻ തിന്നു. ഇപ്പൊ കുറ്റക്കാരൻ ആരായി? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആദം രണ്ടുപേരെ കുറ്റപ്പെടുത്തി. ദൈവത്തെയും കുറ്റപ്പെടുത്തി, ദൈവം കൊടുത്ത സ്ത്രീയെയും കുറ്റപ്പെടുത്തി. തെറ്റിപ്പോയി എന്നൊരു വാക്ക് വായിന്ന് വന്നില്ല. എന്നും ഇന്നും അന്നും എന്നും ഒരു കുറ്റവും പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ എന്താ പറയുക? അത് ഞാൻ ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി, അത്രേ ഉള്ളൂ കുറ്റം. എന്തായിരിക്കും പറയുന്നത്? ഗ്ലാസ് പൊട്ടിച്ചോ? അത് ഞാൻ പിടിച്ചപ്പോ വീണ് പോയതാണ്. ഗ്ലാസിന്റെ കുഴപ്പമാണ്, അതിന് ജീവനുണ്ടല്ലോ, ചാടിപ്പോയതാണ്. ഞാൻ പൊട്ടിച്ചതല്ല, ഗ്ലാസ് ചാടി പോയതാണ്. മോട്ടർ അടിച്ച് അത് ഓഫ് ചെയ്യാൻ മറന്നുപോയോ? അത് ഞാനെങ്ങനെ ഓർക്കാനാ? ഞാൻ വേറെ കാര്യം ചെയ്യല്ലായിരുന്നു. ഇപ്പോഴും എന്റെ കുഴപ്പമല്ല, മോട്ടർ തന്നെ ഓഫാകേണ്ടതായിരുന്നു, അത് ഓഫായില്ല.
അപ്പൊ എന്ത് പ്രവൃത്തി ചെയ്താലും അന്നും ഇന്നും എന്നും മനുഷ്യന്റെ സ്വഭാവം കുറ്റാരോപണം ഏൽക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് കുറ്റാരോപണം ഏൽക്കാൻ ഒരാൾ, തെറ്റ് ചെയ്യാതെ തന്നെ പിലാത്തോസിന്റെ മുൻപിൽ മൗനിയായ ഒരാൾ, മനുഷ്യൻ ചെയ്യുന്ന സകല തിന്മകളും ആരോപിക്കപ്പെടുന്നു അവന്റെ മേൽ. അവൻ ദൈവനിഷേധിയാണ്, അവൻ കുറ്റക്കാരനാണ്, കുഴപ്പക്കാരനാണ്, വിപ്ലവം ഉണ്ടാക്കുന്നവനാണ്. യേശു മൗനിയായി നിന്നു. നമ്മൾ പാപം ചെയ്തിട്ട് മറുതലിച്ചതിന് പകരം മറുതലിക്കാതെ ഒരാൾ, ആരോപണം ഉണ്ടായപ്പോ തിരിച്ചു പറയാതെ, സ്വയം നീതീകരിക്കാതെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പറയാൻ പാടില്ലേ, പീലാത്തോസേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഇവന്മാര് പിടിച്ച് കൊണ്ടുവന്നേക്കാണ് പറഞ്ഞു യേശു. മൗനമായി. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഈ നിഷേധങ്ങൾക്ക് പരിഹാരമായിട്ട്. ഇനി യേശു പീഡിപ്പിക്കപ്പെടുന്നു. യേശു പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഒരു തവണ പോലും യേശു പീഡിപ്പിക്കുന്നവരെ കുറ്റം പറയുന്നില്ല. യേശു എന്താ പറഞ്ഞത് പീഡിപ്പിക്കുന്നവരെ കുറിച്ച്? ഇവരറിയുന്നില്ല. സാധാരണ ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് പറയും? എന്ത് പറയാൻ? അറിവില്ലാഞ്ഞിട്ടല്ലേ. നമ്മൾ ചെയ്യുന്ന എല്ലാ കുഴപ്പങ്ങളും എന്തുകൊണ്ടാണെന്നാണ് യേശു പറഞ്ഞത്? അറിവില്ലായ്മ കൊണ്ട്. അതായത് നമ്മുടെ കുറ്റങ്ങളെ മുഴുവൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, അറിവില്ലാഞ്ഞിട്ട്. യേശു മനുഷ്യാവതാരം അല്ലെങ്കിൽ പീഡാസഹനം കൊണ്ട് രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന്, സ്വയം നീതീകരിക്കുന്ന നമ്മുടെ പ്രവൃത്തികളെ നിഷ്കാസനം ചെയ്തു. രണ്ട്, നമുക്ക് അറിവില്ല എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മുടെ കുറ്റത്തിൽ നിന്ന് നമ്മൾ മോചിതരായി. മനുഷ്യാവതാരം കൊണ്ട് ചെയ്ത, പീഡാസഹനം കൊണ്ട് ചെയ്ത പ്രവൃത്തി ഇതാണ്. യേശു എന്ത് ചെയ്തു? സ്വന്തം ശരീരത്തിൽ പീഡകൾ സഹിച്ചു, ക്ലേശങ്ങൾ സഹിച്ചു. എന്തൊക്കെയാണ് യേശുവിന്റെ സഹനങ്ങൾ? എന്തൊക്കെയാ യേശുവിന്റെ സഹനങ്ങൾ? കുരിശിൽ മാത്രമാണോ? മനുഷ്യനായിട്ട് ഭൂമി വന്നു. ദൈവം അങ്ങനെയുള്ള ആളാ. ദൈവത്തിന്റെ സ്വഭാവം എന്താ? 6 ഗുണങ്ങളാണ് ദൈവത്തിന് പറയുക. സർവശക്തൻ, അനാദിയാണ്, സകല നന്മസ്വരൂപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, അശരീരിയാണ്, പിന്നെന്താ? ആദിമന്തുവാണ്, സർവനന്മസ്വരൂപിയാണ്. ഈ ഇങ്ങനെയുള്ള ദൈവം ആരായിട്ടാണ് ഭൂമിയിൽ വന്നത്? ബലഹീനനായിട്ട് ഭൂമി വന്നു. ഈ എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ച് ഭൂമി. അതുകൊണ്ടാണ് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയർ 2:6. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ദൈവവുമായുള്ള സമാനത, ഈ 6 ഗുണങ്ങളും ഒരു കാര്യമായിട്ട് പരിഗണിച്ചില്ല. മനുഷ്യൻ രൂപത്തിലേക്ക് വന്നു. അതുകൊണ്ട് സർവവ്യാപിയായ യേശു ഇപ്പൊ എങ്ങനെയാണ്? ഗലീലി കടൽത്തീരത്തൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. സർവശക്തനാണ് ദൈവം. സർവശക്തനായ ദൈവത്തെ ഔസേപ്പിതാവ് എടുത്തുകൊണ്ട് ഓടിയില്ലെങ്കിൽ ഹെരോദേസ് കൊന്നുകളയും. ആള് സർവശക്തനാ. എല്ലാറ്റിന്റെയും ഉടയവനായ ദൈവത്തിന് വിശക്കണു. ആലോചിച്ച് നോക്കി. ആള് എന്തു ചെയ്തു? സ്വയം താഴ്ത്തി. യേശു സ്വയം താഴ്ത്തി. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഈ സഹനങ്ങൾ രക്ഷാകരങ്ങളാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ഇന്നുള്ള സഹനങ്ങൾ, വേദനകൾ എന്തിനുള്ളതാണ്? രക്ഷാകരമാണ്, ദൈവത്തിലേക്ക് ഉയർത്താൻ വേണ്ടി. അതിനുവേണ്ടി യേശു പീഡകൾ സഹിച്ചു. 1 പത്രോസ് 2:19-21 തിരുവചനങ്ങൾ വായിക്കാം. യേശു ക്രിസ്തുവിന്റെ പീഡാസഹനം നമുക്ക് മോചനം തരുന്നുണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇനി അടുത്ത വാക്യം. വായിക്കാമോ? അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ. ഒരു മിനിറ്റ്. യേശുവിനെ പീഡിപ്പിക്കാൻ പീലാത്തോസ് തീരുമാനിച്ചപ്പോ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? പീലാത്തോസിനോട് നീ അനുഭവിച്ചോളൂ എന്നാണോ പറഞ്ഞത്? എന്നാ പറഞ്ഞത്? ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടായിരിക്കുകയില്ല.
എനിക്ക് അടി തന്നത് ആരാ? പീലാത്തോസേ, നീയല്ല, എൻ്റെ പിതാവാണ്. നമുക്ക് ലഭിക്കുന്നതൊക്കെ ഉന്നതത്തിൽ നിന്നാണ് എന്ന ബോധ്യമുണ്ടാകാൻ പറയാണ്. വായിച്ചേ. ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തുടരാം. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. തുടരാം. എന്തിനാ വിളിച്ചത്? ഇതിനായിട്ടാണല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നന്മ ചെയ്തിട്ട് അടികൊള്ളാൻ. നന്മ ചെയ്തിട്ട് അടികൊള്ളുമ്പോ നമ്മൾ ആരുടെ സ്ഥാനത്തായിരിക്കും? ആരുടെ സ്ഥാനത്താ? കണ്ടു? സാധാരണ മനുഷ്യൻ യേശുവായിട്ട് മാറാൻ ഏറ്റവും നല്ലത് എന്താ? പീഡകൾ സഹിക്കുക എന്നുള്ളത്. മനുഷ്യാവതാരത്തിലും പീഡാസഹനത്തിലും വിശ്വാസം ഏറ്റുപറയുന്ന അതിനായിരിക്കണം. ഇപ്പൊ എന്തെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പീഡാസഹനങ്ങളെ കുറിച്ച്. കാലി മുള്ളു കൊണ്ടാ പോലും എന്താ പറയണത്? എന്തൊരു കഷ്ടമായി പോയെന്നാ പറയണേ. കാലിൽ മുള്ളു കൊണ്ടാൽ എന്തൊരു കഷ്ടമായി പോയെന്നാ പറയണേ. ഒരു ഭാഗ്യപ്പെട്ട സമയമാ, ഒരു കുഴപ്പവും ചെയ്യാതെ കിട്ടണതാ. ദൈവത്തിന് സ്തുതി പറഞ്ഞാൽ യേശുവിന്റെ പക്ഷത്തേക്ക് മാറ്റപ്പെടും. അന്യായമായി കുറ്റം ആരോപിക്കപ്പെടുമ്പോ മൗനം പാലിച്ചാൽ ആദ്യം നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും. അത് കഴിഞ്ഞ് സ്വർഗീയമായ ആനന്ദം ഉണ്ടാവും. മത്തായി 5:11 എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അപ്പാപ്പൻ അവരാരെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ? അപ്പനെയൊക്കെ ഓർമ്മയുണ്ട്. അപ്പാപ്പൻ ചെറിയൊരു ഓർമ്മ. അപ്പാപ്പൻ ദേവസഹായം പിള്ള 300 വർഷം മുമ്പാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. 300 വർഷം മുമ്പ് ജീവിച്ചത് വിശ്വാസിയായിട്ടാണ്. അതുകൊണ്ട് 300 വർഷം കഴിഞ്ഞിട്ടും ആ മനുഷ്യന്റെ ഭൗതികാവശിഷ്ടം ആളുകൾ തൊട്ടു വണങ്ങുന്നുണ്ട്. ആ മനുഷ്യന് അനുഭവമായിട്ട് മാറുന്നുണ്ട്. വർഷം എത്ര കഴിഞ്ഞു? 300. കൊച്ചുരേശിയൊക്കെ മരിച്ചിട്ട് കാലം ഒത്തിരിയായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കൊച്ചുരേശിയുടെ നാട് ഏതാണെന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അയൽവക്കക്കാരിനെ പോലെയല്ലേ നിങ്ങൾ പറയണേ. ഈ അടുത്താണ് നമുക്കിഷ്ടമില്ലാത്തൊരു സൂത്രമൊക്കെ ഇവിടെ തുടങ്ങിയത്. എന്താണ്? അൽഫോൻസാമ ഭാരതവിശുദ്ധയൊന്നുമില്ല. വിശുദ്ധരെന്ന് പറഞ്ഞാൽ അതെല്ലാവരും നമ്മുടെ സ്വന്തമാണ്. അസീസി പുണ്യവാൻ നമ്മുടെ നാട്ടുകാരനായിട്ടല്ലേ നമുക്ക് തോന്നണേ. അപ്പുറത്തെങ്ങാണ്ടുണ്ടായ ചേട്ടനായിട്ടല്ലേ തോന്നണേ. ഈ അസീസിയിലാണെന്നോ ഫ്രാൻസിലാണ്, ഇത്രയും ദൂരം ഉണ്ടെന്ന് നമുക്ക് വല്ല വിചാരമുണ്ടോ? ഇത്രയും കാലം മുമ്പ് മരിച്ചുപോയ ഒരാളാണെന്ന് തോന്നണുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എത്രയോ വർഷം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് പോയ ആളുകളാണ്. പക്ഷെ ഇപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു, കൂടെ നടക്കണു, ആളുകൾക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ ജീവിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാ? സഹിച്ചതൊക്കെ, വേദനകളൊക്കെ, ആ പീഡകളൊക്കെ അനുഗ്രഹമായിട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ലോറൻസ് എന്റെ മറുപുറം കരിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് തലവെട്ടിയെടുക്കുന്ന സമയത്ത് ആഗ്നസ് പറഞ്ഞത് ആ മഴുവിനോട്, കർത്താവേ, ആ മഴുവന്റെ കഴുത്തിലേക്ക് വേഗം വിട്, എനിക്ക് അങ്ങയുടെ അടുത്ത് ഒത്തുവരാൻ ധൃതിയായി. കശ്മലന്മാർ വെട്ടാനുവങ്ങിയ മഴു അത്ര നേരം ആകാശത്ത് തന്നെ നിൽക്കുകയാണ്, താഴേക്ക് വരുന്നില്ല. ഇത് പറഞ്ഞ ഉടനെ മഴു താഴേക്ക് വന്നു, കഴുത്തിൽ കൊണ്ടു, കഴുത്ത് കീറി, കഴുത്തിലൂടെ രക്തം പൊട്ടിച്ചീറി. ചുറ്റും നിന്നിരുന്ന 400 പടയാളികൾ ആ രക്തത്തിൽ മുങ്ങി. ആ 400 പേരും ഉടനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളും ക്രിസ്ത്യാനികളാണ്, അവരെയും കൊന്നുകളഞ്ഞു. നമ്മുടെ പൈതൃകം ചെറുതാന്ന് വിചാരിക്കണേ. പീഡ സഹിച്ചപ്പോ അത് മൗനമായി കൊണ്ടവരൊക്കെ വിശുദ്ധരായിട്ട് മാറി. നമ്മളെങ്ങനെയാ?
അതേ വിശുദ്ധിയുടെ പാരമ്പര്യത്തിലും അതേ മാമോദിസയിലും അതേ വിശ്വാസത്തിലും ജീവിക്കുന്ന നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്? പീഡകൾ ഉണ്ടാവുമ്പോൾ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ സമ്മതിക്കൂ? വിട്ടുകൊടുക്കൂ? ന്യായമുള്ളതാണെങ്കിൽ വിട്ടുകൊടുക്കൂ, അന്യായം പോട്ടെ. അപ്പൊ അതുകൊണ്ട് പീഡാസഹനത്തിൽ, യേശുവിന്റെ പീഡാസഹനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ശരീരത്തിൽ സഹിച്ചത് സഭയിൽ സഹിക്കുന്നത് എന്നിലുള്ള സഹനങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ സഹനങ്ങൾ രക്ഷാകരങ്ങളാണെന്ന് ഞാൻ സമ്മതിച്ചാൽ മാത്രമേ യേശുവിന്റെ പീഡാസഹനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റൂ. നിങ്ങൾ അപമാനിക്കപ്പെടുന്നത്, നിങ്ങൾ തിരസ്കൃതരാകുന്നത്, കുറ്റം വിധിക്കപ്പെടുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നത്, അടിക്കപ്പെടുന്നതെല്ലാം നന്മയാണെന്ന്, ക്രിസ്തുവിനോടുള്ള ഐക്യപ്പെടലാണെന്ന് യേശുവിന്റെ പീഡാസഹനത്തിലുള്ള വിശ്വാസം മൂലം നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ സഹനങ്ങൾ രക്ഷാകരങ്ങളായിട്ട് മാറും. അതാണ് യേശുവിന്റെ പീഡാസഹനത്തിലുള്ള വിശ്വാസം. ഹാലലുയ, ഹാലലുയ. യേശയ്യ 6:53 വായിക്കാം. അല്ലെങ്കിൽ അവര് പറഞ്ഞതുപോലെ നമ്മളും പറയും. യേശുവിന്റെ പീഡാസഹനം കണ്ടുകൊണ്ട് യേശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവന്റെ പീഡ കണ്ടവരൊക്കെ വിചാരിച്ചത് അവൻ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുകയാണെന്നാണ്. അന്ന് ഈ ലോകത്തുണ്ടായിരുന്ന യഹൂദരൊക്കെ വിശ്വസിച്ചത് എന്താ? യേശുവിനെ ശിക്ഷിക്കുന്ന സമയത്ത് ഒരു നിഷേധിയെ ശിക്ഷിക്കണമെന്നാ. ആത്മാർത്ഥതയോടെയാണ് അവർ ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പൗലോസ് അപ്പോസ്തലൻ മോശക്കാരനാണോ? പൗലോസ് അപ്പോസ്തലൻ സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് വസ്ത്രം സൂക്ഷിക്കാൻ സാക്ഷിയായിട്ട് നിന്നത് തെറ്റിപ്പോയി നിന്നതാണോ? പൗലോസിന്റെ വിശ്വാസം എന്താ? ഈ ക്രിസ്ത്യാനികളൊക്കെ കൂടി സത്യദൈവത്തെ ദുഷിക്കുകയാണ്, ഇല്ലാത്തൊരു പേരും പറഞ്ഞിറങ്ങിയേക്കാണ് യേശു എന്ന്. അങ്ങനെ യേശുവിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് സത്യദൈവം, കർത്താവായ ദൈവത്തിന് അപമാനമാണ്, ദൈവദൂഷണമാണ്. അതുകൊണ്ട് ദൈവദൂഷണം പറയുന്നവനെ കൊന്നുകളയണമെന്ന പഴയ കൽപ്പന പാലിച്ചുകൊണ്ടാണ് പൗലോസ് ദമാസ്കസിലേക്ക് ലെറ്ററിന് പോണേ. തെറ്റിപ്പോണതല്ല, വിശ്വാസത്തിലുള്ള തീഷ്ണത കൊണ്ടാണ്. കർത്താവായ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നു. യേശുക്രിസ്തുവാണ് ദൈവം എന്ന് പറയുന്നൊരു വിഭാഗം വരുന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുന്നു. എങ്ങനെ പൗലോസ് അംഗീകരിക്കും? ഗമാലേലിന്റെ കാൽച്ചുവട്ടിലിരുന്ന് വേദം പഠിച്ച, നിയമത്തിൽ പാണ്ഡിത്യമുള്ള പൗലോസ്, സാവൂൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ദൈവമല്ലെന്നാണ്. അതുകൊണ്ടാണ് പീഡിപ്പിക്കാൻ പോകുന്നത്. ആ സാവൂൾ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ശേഷം പീഡ സഹിക്കാൻ തയ്യാറാവുന്നു, സഹനങ്ങൾ ഏറ്റെടുക്കുന്നു. അപ്പൊ പഴയ നിയമത്തിൽ പറയുന്നത് എങ്ങനെയാ? യേശുവിന്റെ സഹനങ്ങളെ കണ്ടവർക്ക് കരുതിയത് എങ്ങനെയാ? അവൻ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുന്നു എന്നാണ്. വായിക്കാം യേശയ്യാ പ്രവചനം 53:6. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആരു കരുതി? അവരൊക്കെ വിചാരിച്ചത് ഇവൻ എന്തോ കുഴപ്പക്കാരനായതുകൊണ്ടാണെന്നാണ്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോ യേശുക്രിസ്തു കുഴപ്പക്കാരനാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവനെ ക്രൂശിക്കാന്ന്. അവര് വിശ്വസിക്കണ എങ്ങനെയാ? ദൈവമാണ് ഏക പിതാവ് എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. അവരോട് എന്നിട്ട് യേശുക്രിസ്തു പറയാണ്, ഞാനും പിതാവ് ഒന്നാണ്. മനുഷ്യൻ എങ്ങനെ ദൈവമാകാൻ പറ്റും? അതും ദൈവമാണെങ്കിൽ എങ്ങനെയായിരിക്കണം? വലിയ ആളായിട്ടല്ലേ വരേണ്ടത്. കാലത്ത് തൊഴുത്തി ജനിക്കുന്നവനാണോ ദൈവം? മരപ്പണിക്കാരന്റെ വീട്ടിലാണോ ദൈവം പിറക്കുക? അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ സഹനത്തെ യേശു എന്ത് ചെയ്തു? യേശു ശിരസാവഹിച്ചു. അത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് മാറി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പീഡാനുഭവങ്ങൾ ഉണ്ടാകുമ്പോ, വേദനകൾ ഉണ്ടാകുമ്പോ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോ, കുറ്റം വിധിക്കപ്പെടുമ്പോ നമ്മൾ എതിർക്കരുത്. പകരം എന്തു പറയണം? യേശുവിന്റെ പീഡാസഹനത്തിലുള്ള പങ്കാളിത്തമായിട്ട് അതിനെ കാണാൻ പറ്റണം. ഹല്ലേലൂയ. യേശുവേ നന്ദി.
അത് പറഞ്ഞപ്പോ കുറച്ചു പേർക്കൊക്കെ ഉറക്കം വരും. നട്ടിൽ നിവർത്തിക്ക്. പരാതിയുള്ള ജീവിതമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് കരുതുന്നത്. പരാതിയുണ്ടോ? ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ വിശ്വസിക്കാത്ത ആർക്കും രക്ഷപ്പെടാനും സാധ്യമല്ല. നമ്മൾ അന്യായമായിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ പരാതിപ്പെട്ടാൽ കുരിശിനെ അവഹേളിക്കലായിട്ട് മാറും. യേശുവിന്റെ കുരിശിൽ കിടന്ന 2 പേർ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നതിൽ ഒരാൾ പറഞ്ഞ പരിപാടി ഇതാണ്: നമ്മളൊക്കെ കുരിശിൽ നിന്ന് മോചനം തേടണവരാ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്, എങ്ങനെയെങ്കിലും ഈ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആഗ്രഹം. അങ്ങനെയുള്ളവരൊക്കെ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പീഡ അനുഭവിക്കുമ്പോഴാണ് ഈ കുരിശുമരണത്തെ നമ്മൾ അംഗീകരിക്കുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും നമ്മൾ വിശ്വസിക്കുന്നു. ഉയർപ്പിൽ വിശ്വസിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും കർത്താവ് ഉയർത്തിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേക്കോ? അവർ ഉയർത്തിട്ടുണ്ടോ? ഇല്ലേ? അതെന്താ? കൊറിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം, 1 കൊരിന്തോസ് 15:12. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചവരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. വായിക്കാം. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നുവെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല.